ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉപ്പും മഞ്ഞൾ മുളക് പൊടി എല്ലാം ചേർത്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് വറുത്ത് കോരി സൈഡിലോട്ട് മാറ്റി വെക്കാം. പച്ചക്കറികൾ നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് എല്ലാം നമ്മൾ നേരിയതായിട്ട് മുറിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു വലിയ ഉള്ളി വേണം, ഇഞ്ചി ഒരു കഷ്ണം, ഒരു 5-6 പച്ചമുളക് വേണം, അതിൻ്റെ കൂടെ വെളുത്തുള്ളി വേണം, ഒരു 3 വലിയ തക്കാളിയും കൂടെ എടുക്കണം. 3 തക്കാളി എടുത്ത് അത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിലടിച്ച് പേസ്റ്റ് ആക്കി വെക്കുക. നമ്മൾ ടൊമാറ്റോ സോസ് അധികം ഉപയോഗിക്കുന്നില്ല അതിനകത്ത്. വേണമെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് വളരെ കുറച്ച് ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടൊമാറ്റോ നമ്മൾ പഴുത്ത ടൊമാറ്റോ അരച്ചത് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയൊരു ചെമ്പ് എടുത്ത് വെക്കാം. ചെമ്പ് ഉരുളിയോ എന്താണെന്ന് വെച്ചാൽ ഇത് 1 കിലോ അരിയുണ്ട് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഈ 1 കിലോ അരിക്കുള്ളതാണ് ഇത്. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ വലിയ പാത്രമാകുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ നല്ല സൗകര്യമാണ്. അതുകൊണ്ടാണിത് വലിയ പാത്രം എടുക്കുന്നത്. ഓയിൽ ഒഴിക്കാം. ഓയിൽ കടുകെണ്ണ ഉപയോഗിക്കാം. കുക്കിംഗ് ഓയിലും കൂടെയാണ് ഞാൻ ചേർത്തേക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്കത് ടേസ്റ്റ് വ്യത്യാസം വരും. സോയാ സോസ് വേണം, ചില്ലി സോസ് വേണം. ഇതൊക്കെ ചില്ലി സോസൊക്കെ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുരുമുളകും എല്ലാം ഇടുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം മൂപ്പിക്കാനുള്ള സമയമായിരിക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി. ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിൻ്റെ, ഇഞ്ചിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ മതി. നമ്മളിത് സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ല. നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഇത് നല്ലപോലെ നമ്മളൊന്ന് മൂപ്പിച്ച് ഇളക്കി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ അരച്ച് വെച്ചേക്കണം, മിക്സിയിലിട്ട് അരച്ച് വെച്ചേക്കണം, അതും ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണവും പോകണം. അപ്പോൾ അതും മൂപ്പിച്ചെടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറികൾ, അതായത് ബീൻസും ക്യാരറ്റും എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ബീൻസും ക്യാരറ്റിനും കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് അത് പകുതി വേവിന് നമ്മൾ വാങ്ങണം. അധികം വെന്ത് പോകാൻ പാടില്ല. കുറച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഇത് കടിച്ച പോലെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് പകുതി വേവിലെടുക്കുന്നത്. ഇത് പകുതി വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. നമുക്ക് വേണമെങ്കിൽ മൂടി വെക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കൂടെയിലോട്ട് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കാം. ക്യാപ്സിക്കത്തിനൊന്നും ഒട്ടും വേവില്ലാത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ക്യാബേജ് പോലെയല്ല, ക്യാപ്സിക്കം വേഗം വേകും. അതുകൊണ്ട് ലാസ്റ്റ് മാത്രമേ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം അത് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ച് പേരിന് ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല എല്ലാം അതിനകത്തോട്ട് പിടിക്കാനായിട്ട്. പിടിച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ആയാലും മതി, അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. ചിക്കനും കൂടെ ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഈ സോസൊക്കെ ചേർന്നപ്പോഴത്തേക്കും നല്ല കളറും ഒരു റെഡ് കളറും ഒക്കെ വരാൻ തുടങ്ങി. ഓറഞ്ച് റെഡും കളറുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ പിടിച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെയിലോട്ട്. ഇതൊന്ന് പറഞ്ഞ പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അജിനോമോട്ടോ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നൊന്നുമില്ല. നമ്മൾ വേവിച്ച് വെച്ച ചോറ് എന്നത്തേക്കും തണിഞ്ഞിട്ടുണ്ട്. ആ ചോറ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചോറിന് ഉപ്പിട്ട് വേവിച്ചത്, അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. വെജിറ്റബിളിന് ഉപ്പുണ്ട്. സ്പ്രിംഗ് ഓണിയനും കൂടെ ഇതിന് മേലെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. നല്ലപോലെ മിക്സ് ആക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടിൽ തന്നെ ഇത് നല്ലപോലെ മിക്സായി കിട്ടും. സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വേവിക്കേണ്ട കാര്യം വരുന്നില്ല. അന്നേരം എന്താ വെച്ചാൽ ഓൾറെഡി എല്ലാം വെന്തതാണ്. ഇത് മിക്സിങ് മാത്രമാണ്. ലാസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സോസും എല്ലാം കൂടി ഒഴിച്ചപ്പോഴത്തേക്കും കളറൊക്കെ മാറി നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.